എല്ലാവർക്കും നമസ്കാരം. തേങ്ങ അരക്കാതെ തേങ്ങ അരച്ച അതേ ടേസ്റ്റിലുള്ള കറിയാണ് ഇന്നുണ്ടാക്കുന്നത്. ഞാനിതിവിടെ 1/4 ഭാഗം വെള്ളരിക്കയും ഒരു മൂത്ത നേന്ത്രക്കായൻ്റെ പകുതിയാണ് ഉപയോഗിക്കുന്നത്. ഇത് കഴിക്കാതെ വെള്ളരിക്കയാണെങ്കിൽ അതിൻ്റെ വട്ടി ഭാഗം കളയൂല. കഴിക്കുന്നതാണെങ്കിൽ അതിൻ്റെ വട്ടിയെല്ലാം ചെത്തിക്കളഞ്ഞ് ഒരു 1/4 ഭാഗമാണ് ഞാൻ എടുക്കുന്നത്. തേങ്ങ അരച്ച അതേ കറീൻ്റെ ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ 1/4 ഭാഗം നേന്ത്രക്കായ പുറം കഴുകിയിട്ട് മുറിച്ച് വെച്ചിന് കുക്കറിലിട്ട് കൊടുക്കാം. വെള്ളരിക്കും 1/4 ഭാഗം എടുത്തിന്. ചെറിയ വെള്ളരിക്കായതുകൊണ്ട് ഒരു 10 ആൾക്ക് കഴിക്കേണ്ട കറി ഉണ്ടാവും. ഉപ്പ് 1/4 ടേബിൾ സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, മുളക് പൊടി ചേർക്കണം നിർബന്ധമില്ല. ഒരു പച്ചമുളക് കീറിയത്, കുറച്ച് കറിവേപ്പില, നല്ല നാടൻ കറിവേപ്പില. പിന്നെ കുക്കറിലാണെങ്കിൽ 1 ഗ്ലാസ് വെള്ളം, മൺചട്ടിയില വെക്കുന്നുണ്ടെങ്കിൽ ഒരു 2.5 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. നന്നായി യോജിപ്പിച്ചു. കുക്കറടച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇപ്പം എല്ലാം കാച്ചുന്ന സമയത്ത് കുറച്ച് സമയം മെനക്കെട്ട് ഇളക്കി കാച്ചി എടുത്താൽ നമുക്ക് വറുത്തിടാനുള്ള നെയ്യ് ഇഷ്ടമുള്ളവർക്ക് വറുത്തിടാനൊക്കെ നെയ്യ് ഉപയോഗിക്കാം. കാച്ചുന്ന സമയത്ത് ഇളക്കി കാച്ചണം, അല്ലെങ്കിൽ അടിക്ക് പാലിൻ്റെ ഒരു നല്ല അംശം ഒട്ടിപ്പിടിക്കും. തിളച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇളക്കി തീ കുറച്ച് കാച്ചി കൊടുക്കുക. എന്നിട്ട് പാട കെട്ടിയിട്ട് ആ പാട എടുത്തിട്ട് നല്ല പുളിയുള്ള മോരിൽ എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 4-5 ദിവസം 500 പാല വാങ്ങുന്നുണ്ടെങ്കിൽ അത് ഒന്നിച്ച് കാച്ചി തിളച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ കുറച്ച് കൂടുതൽ സമയം ആവശ്യമുള്ളൂ. അതിൻ്റെ പാട എടുത്തിട്ട് മോരിൽ ഒഴിച്ച് വെച്ചാൽ 4-5 ദിവസത്തെ പാട ഇങ്ങനെ മിക്സിയിൽ ഉടച്ചെടുത്താൽ അതിൻ്റെ നെയ്യ് എടുക്കാം. മോര് കറിക്ക് ഉപയോഗിക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. 5 ദിവസം ആകുമ്പോൾ ഒന്ന് ഉടച്ചെടുത്താൽ മതി. പ്രഷറെല്ലാം പോയിട്ട് ഇനി തുറക്കാം. ഞാൻ മൺചട്ടിയിലേക്ക് മാറ്റി സ്റ്റൗ ഓണാക്കി ഇനി ചെറുതായിട്ട് ഉടച്ച് വെക്കാം. ഇനി വേണ്ടത് പുളി കുറഞ്ഞ മോരോ തൈരോ ആണ്. കുറച്ച് കൂടുതൽ വേണം. പുളി കൂടുതലുള്ളതാണ് നമുക്ക് അധികം ഒഴിക്കാൻ കഴിയില്ല, കുറച്ചല്ലേ ഒഴിക്കാൻ കഴിയും. പുളി കുറഞ്ഞതാണ് ആവശ്യം. ഇത്രയും ഉടച്ചാൽ മതി. കഷ്ണം വേണ്ടാന്നുണ്ടെങ്കിൽ കൂടുതൽ ഉടക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മോര് ചേർത്ത് കൊടുക്കാം. മോര് ചേർക്കുന്നതിന് മുമ്പായിട്ട് ഞാനൊരു 3 കാന്താരി ചതച്ചത്, ഒരു വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിൻ്റെ പച്ചച്ചവ ഇഷ്ടമില്ലാത്ത ആൾ കുറച്ച് മുൻകൂട്ടി ആദ്യം തന്നെ ഒരു വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നമുക്ക് മോരായില്ലേ, നല്ല കൊഴുത്ത മോര്. തൈരാണെങ്കിൽ തൈര് ചേർക്കാം, അധികം പുളിയില്ലാത്ത കുറച്ച് കൂടുതൽ. ഞാൻ നോക്കുമ്പോൾ പുളി കുറവാണ്, അതുകൊണ്ട് ഒരു 1/2 ഗ്ലാസ് മോരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളി നോക്കണം, പുളി ഉപ്പെല്ലാം പാകമാണ്. ഞാനിട്ട് ഒരിക്കലും ഉപ്പ് കുറഞ്ഞുമില്ല. തിളക്കട്ടെ. മുളക് പൊടി ചേർക്കുന്നവർക്ക് ചേർക്കാം. ഞാൻ മോര് കറിയിൽ മുളക് പൊടി ചേർക്കൽ കുറവാണ്. ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ. കുറച്ച് ജീരകം തിരുമ്മിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ അരക്കാതെ കൊണ്ട് ഈ ജീരകം മാത്രം നമുക്ക് പൊടിക്കാൻ കഴിയില്ല. ജീരകപ്പൊടി ഉണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി. തിള വന്നിട്ടുണ്ട്, നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ നേന്ത്രക്കായ വേകുമ്പോൾ നല്ലോണം കൊഴുപ്പ് വരും. അതിന് ഞാൻ ഉടച്ചിട്ടൊന്നുമില്ല. വേണ്ടവർക്ക് 3 വിസിൽ അടുപ്പിക്കാം. ഞാൻ ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ അടുപ്പിച്ചിട്ടുള്ളൂ. നല്ല മോശമില്ലാത്ത കൊഴുപ്പില്ലേ. സ്റ്റൗ ഓഫ് ചെയ്യാം. വറുക്കാൻ വെളിച്ചെണ്ണ തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുക.
ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. 1/4 ടീസ്പൂൺ ഉലുവ പൊട്ടും, കറിവേപ്പില, 2 വലിയ ഉണക്കമുളക് ചേർത്തിട്ടുണ്ട്. സ്റ്റൗ ഇട്ടു. വെളിച്ചെണ്ണ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഉപയോഗിക്കാം. നമ്മുടെ തേങ്ങ ചേർക്കാത്ത കറിയുടെ റെഡിയായി. ഇനി തേങ്ങയൊന്നും ചേർക്കാതെ ഒരു വറവ് ചക്കക്കുരുവാണ്. കുക്കറിലായതുകൊണ്ട് 1 ഗ്ലാസ് വെള്ളം മതി. അതുകൊണ്ട് വെക്കുന്നതാണെങ്കിൽ 3 ഗ്ലാസോളം വെള്ളം ഒഴിക്കുക. ഒരു വെളുത്തുള്ളി, ഒരു കറിവേപ്പില, ഉപ്പ് 3/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. നമുക്ക് കുക്കർ അടച്ചിട്ട് 3 വിസിലടുപ്പിക്കണം. മോര് കറി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റുള്ള കറിയാണ്. അധികം എരിവൊന്നുമില്ല, പാകത്തിന് പുളിയൊക്കെയുള്ള. ഹൈ ഫ്ലെയിമിൽ തന്നെ 3 വിസിലടുപ്പിക്കലാണ്. ഇനി ഒന്നും കൂടി അടുപ്പിക്കാം. പെട്ടെന്ന് അടിച്ചോളും. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടില്ല. അപ്പോഴേക്കും ആദ്യം പാല് കാച്ചിയല്ലോ ഞാൻ മോര് കറിയാക്കുമ്പോൾ, ആ പാലിന് പാട കണ്ട. ആ പാട നമുക്ക് നല്ല പുളിയുള്ള മോരിലേക്ക് പാട മാത്രം എടുത്തിട്ട് വെച്ചാൽ മതി. നല്ലോണം തണുത്തിട്ടില്ല, അതുകൊണ്ട് ഇപ്പം തന്നെ എടുത്ത് വെക്കുന്നില്ല. ശരിക്കും പാട കെട്ടിയില്ല, തണുത്തില്ല, അതുകൊണ്ട് കുറച്ചുകൂടി ഇത്രയേ കിട്ടിയിരുന്നു. ഇത് തണുത്ത കണ്ടിയിലേക്ക് ഒഴിക്കാം. നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. നമ്മുടെ ചക്കക്കുരു വെന്തിൻ്റെ പ്രഷർ പോയില്ല. അപ്പോൾ ഒരു ചായ എല്ലാം കുടിച്ചിട്ട് നോക്കാം. പ്രഷർ പോയിട്ടുണ്ട്, നമുക്ക് തുറക്കാം. പിന്നെ വെളുത്തുള്ളിൻ്റെ പച്ചച്ചവ ഇഷ്ടമുള്ളവർക്ക് ഒരു വലിയൊരു വെളുത്തുള്ളിയും ഞാൻ 5 കാന്താരിയും പച്ച ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളമെല്ലാം വൃത്തിയെടുക്കാം. ഭാഗ്യത്തിന് കരിഞ്ഞിട്ടില്ല. അങ്ങനെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിന്. ഉണങ്ങിയ ചക്കക്കുരു വെക്കാം. ഉണങ്ങിയ ചക്കക്കുരു ആയതുകൊണ്ട് അത് അരച്ചും വേണ്ടി വന്നിന്. വേകുമ്പോഴേക്കും വെളിച്ചെണ്ണ ചക്കക്കുരുവിലും കുറച്ച് കൂടുതൽ വേണം. ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളത്. ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ കടുക്, വെളിച്ചെണ്ണ തന്നെ വേണം ചക്കക്കുരുവിന്. പിന്നെ സൺഫ്ലവർ ഓയിലൊന്നും അങ്ങനെ ടേസ്റ്റുള്ളതല്ല. അതിൻ്റെ കൂടെ 4 അരി ചതച്ച വെളുത്തുള്ളി കടുക് പൊട്ടുമ്പോൾ ഇട്ട് കൊടുക്കണം. ഉണക്ക് പറയും. പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില, തേങ്ങ ഉപയോഗിക്കാത്ത കറിയാണ്. ചക്കക്കുരു
നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെളുത്തുള്ളിയും പറങ്കിയും നിർബന്ധമാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ ചക്കക്കുരു തേങ്ങ അരക്കാത്ത മോര് കറി റെഡിയായി. മോര് കറി നന്നായിട്ട് തണുത്തു. അപ്പോൾ അതാണ്ട നേന്ത്രക്കായ തണുക്കുമ്പം കൊഴുപ്പ് വരുമെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. കണ്ട നന്നായിട്ട് കൊഴുത്തു ചക്കക്കുരു. ഇത് മാതളി നാരങ്ങേൻ്റെ കറിയാണ്, പക്ഷേ എങ്കിൽ തേങ്ങ വറുത്തിട്ടിട്ടുണ്ട്. ഇത് രണ്ടും തേങ്ങ ഉപയോഗിക്കാത്ത കറിയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.